ഹായ് ഓൾ, ഇറ്റ്സ് മീ ആഷിഖ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇയർ എൻഡ് ആണല്ലോ, നമുക്കറിയാം. മെയിൻ ഇയർ എൻഡ് സെയിൽ നടക്കുന്ന ഒരു മാസമാണ് ഡിസംബർ. അപ്പോൾ അടുത്തൊരു വർഷവും ഈ ഒരു വർഷവും ഉള്ളൊരു കമ്പാരിസണിലാണ് വാഹനങ്ങൾ മാർക്കറ്റിൽ ഓഫറും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനം എടുക്കാൻ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ ഇയർ എൻഡ് ഓഫർ. ഇതിലൊരു 50% ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിസംബറിൽ വാഹനം എടുക്കണം അതോ അടുത്ത വർഷത്തെ വാഹനം എടുക്കണം. കാരണം ഒരു വർഷം നമുക്ക് മാറിക്കിട്ടണേ. അപ്പോൾ വാഹനത്തിൽ വരുന്ന റീസെയിലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ക്ലാരിറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡിസംബറിൽ, ഞാനൊരു ഉദാഹരണം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡിസംബറിൽ ഒരു ബലിനോ കാർ എടുക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബലിനോ 4 ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലിനോ സിഗ്മ ഡിസംബറിന് നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഇയർ എൻഡ് ഓഫർ ഉള്ള ഒരു മാസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിൽ ഓഫറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇറക്കുന്ന ഒരു ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ 7 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ബലിനോ സിഗ്മ ഡിസംബർ ഇയർ എൻഡ് ഓഫറിൽ കിട്ടുന്നത് എങ്കിൽ, ഇതേ വാഹനം ഈ ഒരു വ്യക്തി ജനുവരിയിൽ, അതായത് 25 വണ്ടി അടുത്ത വർഷം എടുക്കുന്ന സമയത്ത് ഈ ഒരു 7 ലക്ഷത്തിന് കിട്ടുന്ന വാഹനത്തിന്റെ ഓഫറും കാര്യങ്ങളും പ്രൈസും ഒക്കെ കൂട്ടുമ്പോൾ ഏകദേശം 7 ലക്ഷം രൂപയോളം വരും. ഇപ്പം തന്നെ 7 ലക്ഷം രൂപ പറഞ്ഞാൽ 7.95 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ നമ്മൾ ഓഫർ ഇയർ എൻഡ് കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഒരു പ്രൈസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു പ്രൈസിൽ നോക്കണമെങ്കിൽ ഒരു 50 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഒരു ഡിസംബറിൽ എടുക്കുന്നതും അതേപോലെ തന്നെ അടുത്ത വർഷം എടുക്കുന്നതും തമ്മിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിന് ആളുകൾ പറയും നമുക്കൊരു വർഷം കൂടി കിട്ടുകയല്ലേ. പക്ഷെ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബലനോ ഇറക്കി 7 ലക്ഷം രൂപയുടെ വണ്ടി, ഞാൻ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ 6 ലക്ഷം ഫിനാൻസ്, അതായത് 6 ലക്ഷം ഫിനാൻസ് 5 വർഷത്തിന് ചെയ്തിട്ടാണ് ഞാൻ ഒരു വാഹനം ഇറക്കിയതെങ്കിൽ 5 വർഷം ഒരു 6% ഇൻട്രസ്റ്റ് റേറ്റിൽ, അതായത് IRR ഒരു 10 സംതിങ് റേഞ്ചിൽ ഞാനൊരു 5 വർഷം ഈ ഒരു വാഹനത്തിന് അടവ് അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം 6% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു 6 ലക്ഷം ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 1.80 അടുത്താണ് ഇൻട്രസ്റ്റ് വരിക. അതായത് 5 വർഷത്തിന് ഞാൻ 6 ലക്ഷം ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് 2025 ഞാൻ ഈ ഒരു ബലനോ എടുക്കണം. അന്നത്തെ പ്രൈസ് പറഞ്ഞാൽ 7 ലക്ഷമാണ്. ഇതേ ഞാൻ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താണ് അന്ന് വാഹനം ഇറക്കുന്നത്. അപ്പൊ എനിക്ക് 6 ലക്ഷം ഫിനാൻസ് ചെയ്യേണ്ട സ്ഥാനത്ത് 6.5 ലക്ഷം രൂപയായിരിക്കും ഫിനാൻസ് ചെയ്യേണ്ടി വരിക. അതായത് 50,000 രൂപയുടെ ഡിഫറൻസ് വന്നു. ഈ ഒരു 6.5 ലക്ഷം രൂപ ഞാൻ 5 വർഷത്തിന് ഇതേ ഇൻട്രസ്റ്റ് റേറ്റിൽ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്യണമെങ്കിൽ എനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1,95,000 ആണ്. അതായത് ഡിസംബറിൽ എടുക്കുമ്പോൾ ഞാൻ 6 ലക്ഷം ഇടുമ്പോൾ 1.80 വരുന്നിടത്ത് 15,000 രൂപയാണ് എനിക്ക് ഇൻട്രസ്റ്റിൽ വന്നൊരു മാറ്റം ഇവിടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ വാഹനമാണ്, കാര്യങ്ങളൊന്നും മാറ്റില്ല, ഫീച്ചേഴ്സ് ഒന്നും മാറ്റില്ല. ഈ ഒരു വാഹനം ഡിസംബറിൽ എടുത്തു, അതേപോലെ തന്നെ ജനുവരിയിൽ എടുത്തു, AB. ഡിസംബറിൽ എടുക്കുമ്പോൾ എനിക്ക് 1.80 വരുന്ന സ്ഥാനത്ത് ഞാൻ ജനുവരിയിൽ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്ന 1.95. അതായത് എനിക്ക് ഇൻട്രസ്റ്റിൽ അവിടെ വരുന്ന ഒരു ഡിഫറൻസ് പറഞ്ഞാൽ 15,000, വാഹനത്തിന്റെ പ്രൈസിൽ വരുന്ന ഒരു ഡിഫറൻസ് പറഞ്ഞാൽ 50,000. ടോട്ടൽ ഏകദേശം ഒരു 65,000 രൂപയുടെ ഡിഫറൻസ് ഓൾറെഡി അവിടെ ആ ഒരു വാഹനത്തിന് വന്നിരുന്നു. ഈ ഒരു ഡിഫറൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം കൊടുക്കുന്ന റീസെയിൽ മാത്രം മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ഒരു വലിയ നഷ്ടമാണ് സത്യത്തിൽ. നമ്മൾ ഈ ഒരു ഡിസംബർ വാഹനം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ജനുവരിയിൽ ഇറക്കുക എന്നുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ഞാനൊരു നിസാര എമൗണ്ട് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു ഹൈ എൻഡ് വാഹനത്തിലേക്ക് അതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ലക്ഷങ്ങളെ മാറ്റം വരിക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു വാഹനം ഇയർ എൻഡിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇയർ എൻഡിൽ ആ വാഹനം കിട്ടാൻ വകുപ്പ്, അത് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാക്സിമം ഇയർ എൻഡിൽ തന്നെ ആ ഓഫറിൽ മാക്സിമം ആ ഓഫറും കാര്യങ്ങളും വാങ്ങിയിട്ട് ഇറക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വർഷമാകുമ്പോൾ ഇനി ചില ആളുകൾക്ക് 25 മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ നിങ്ങളൊരു പ്രൈസ് പ്രോഫിറ്റ് നോക്കിയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസംബറിൽ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. അപ്പോൾ പുതിയ വാഹനം ഡയറക്റ്റ് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓൾ കേരള വാഹനം ഇറക്കി കൊടുക്കേണ്ടത്, അതേപോലെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ത്രൂ ഇറക്കണതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂമിൽ ഓരോന്ന് വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ത്രൂ അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ എക്സിക്യൂട്ടീവിനായിട്ട് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പ്രൈസിനേക്കാൾ ഓഫറും കാര്യങ്ങളുമായിട്ട് നമ്മൾ വണ്ടി ഇറക്കി തരാം. അതുപോലെ ഫിനാൻസിൽ ഏറ്റവും ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമ്മൾ ഓൾ കേരള ഫിനാൻസും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വാഹനം വാങ്ങി പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളെ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് വന്നാൽ സ്വന്തം വീട്ടിലേക്ക് വാഹനം ഇറക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സർവീസിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാഹനം ഓൾ കേരള ഇറക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.